ഹലോ ഗായ്സ്, വിളിക്കാൻ പറ്റുന്ന എം ജെ ക്ലൗഡ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ചെറിയ കുഞ്ഞ് GTA 5 വീഡിയോ ആയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു സ്ക്വിഡ് ഗെയിമിൻ്റെയും GTA San Andreasൻ്റെ വീഡിയോ കിട്ടീനി. ഇനി എത്ര ഇതായിന്നൊന്നും അറിയില്ല, എന്താവുമെന്നും അറിയില്ല. നമുക്കില്ലേ ഗൈസ്, എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഇപ്പോൾ തന്നെ ചെയ്തോളേ. നമുക്ക് എന്തായാലും നമ്മളെ ലൈവ് ഇത് നോക്കാം, ലൈവ് സബ്സ്ക്രൈബേഴ്സ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് നോക്കാനാണ്, കുറേ നേരം നോക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കയറിയാൽ നോക്കുക. ഗൈസ് ഇപ്പോഴും 51 തന്നെ ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമല്ലോ ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ലിങ്ക് ഗൈസ്. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഗൈസ് ഞാനൊരു കാര്യം നോക്കുകയാണ്. ഗൈസ് കുറേ കമൻറ്റൊക്കെ വന്നിട്ടുണ്ട്, ബ്രോ ഫ്രീ ഫയർ വീഡിയോ ഇടുമോ പ്ലീസ്. കുറേ ചെറികളാണ് കൂടുതലുള്ളത്. എന്തു വാടേ നിങ്ങൾ ഇതൊന്നും കേട്ടിട്ട് വലിയതാവണം നിൽക്കണ്ട കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇത് കണ്ടില്ല. ബട്ട് ഇതിൻ്റെ നിങ്ങൾ കണ്ടിരുന്നു, ഇതിൻ്റെ വ്യൂസ് ഉണ്ട്. നിങ്ങൾ വ്യൂസ് ഞാൻ കാണിച്ചില്ല. ഇത് കാണാൻ രസം ഉണ്ടാവില്ലെങ്കിലും വ്യൂസ്, എല്ലാവരും വ്യൂസ് നോക്ക്. ആ വീഡിയോൻ്റെ വ്യൂസ് നോക്ക്. അതിൻ്റെ വ്യൂസ് നോക്ക്. 475 അതായത് 468. ഡാൻസ് കളിക്കണതാണ് ഇത്. ഞാൻ കൂടി 88 വ്യൂസ്. ഇത് 407 വ്യൂസ്. ബാക്കിയുള്ളതൊന്നും സപ്പോർട്ടില്ല. എന്തായാലും നമുക്ക് നേരെ ഗെയിമിലോട്ട് കിടക്കാം. നമ്മളിന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പോകണമെന്നില്ല. നമ്മളിന്ന് സാധാരണ ചെയ്യണ പോലെ തന്നെ GTA 5 എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. അതൊക്കെ തന്നെ ഒന്നെങ്കിൽ ഹാങ് ഔട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേണ്ട. ഗൈസ് നമുക്കില്ലേ മൈൻക്രാഫ്റ്റ് കിട്ടും നോക്കാം. മൈൻക്രാഫ്റ്റ് നമുക്ക് പലതരം മൈൻക്രാഫ്റ്റ് ഉണ്ട്. നമുക്ക് പലതരം മൈൻക്രാഫ്റ്റും ഉണ്ട്. ഇതിപ്പോൾ ടീ ലോഞ്ചർ ഉണ്ട്. ടീ ലോഞ്ചർ കുറച്ചുകൂടി ബെറ്ററാണ്. ബട്ട് ടീ ലോഞ്ചർ ഞാൻ ഇപ്പോൾ കയറ്റില്ല. ടീ ലോഞ്ചറിൽ ഇപ്പോൾ രസമില്ലാത്തൊരു പോലെയാണ്. എന്തായാലും ഇത് കയറ്റിക്കൊണ്ട് ഒരു 5-10 വർഷങ്ങളായിട്ടുണ്ട്. ഇതുവരെ നമ്മൾ കളിച്ചിട്ടുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ GTA 5 മാറ്റിങ്ങാണ്ട് നമ്മൾ മൈൻക്രാഫ്റ്റ് കേട്ടോ. ഇനി എപ്പോഴും നമ്മൾ GTA 5ൻ്റെ വീഡിയോ ഇടണ്ടല്ലോ. എപ്പോഴും നമ്മൾ GTA 5ൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ധരിച്ചാൽ എന്നും GTA 5ൻ്റെ വീഡിയോ ഒരു രസമില്ല. ബട്ട് എപ്പോഴും ഒരു വേറെ ഗെയിംസ് ഇങ്ങനെ ഡൗൺലോഡ് ആക്കുക, കളിക്കുക. അതിനുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉള്ളൂ, ഒരു രസമുള്ളൂ. ഗെയിം തെറാപ്പിസ്റ്റും ബാക്കിയുള്ളവർ കണ്ടില്ല, മറ്റേ 1 to 100 ലൈഫിൻ്റെ എന്തോ ഗെയിമുണ്ട്. അതൊക്കെ നിങ്ങൾ ഫോണിൽ കളിക്കാനൊക്കെ പറ്റും. പിന്നെ കമ്പ്യൂട്ടർ കളിക്കണമെങ്കിൽ പിന്നെ നിങ്ങൾ കമ്പ്യൂട്ടറിൽ ബ്ലൂ സ്റ്റാക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്. എല്ലാവർക്കും അറിയിക്കും.
അത് കയറ്റിങ്ങാണ്ട് പിന്നെ അതിൽ പ്ലേ സ്റ്റോർ ലോഗിൻ ചെയ്തിങ്ങാണ്ട് കളിക്കാം. ആൻഡ്രോയിഡ് പോലെ ഇഷ്ടമുള്ള ഗെയിം കയറ്റാം. ഫ്രീ ഫയർ കയറ്റാം, പബ്ജി കയറ്റാം, പലതും കയറ്റാം. ഓക്കെ ഗൈസ്, നമ്മൾ മൈൻക്രാഫ്റ്റ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഹാർഡ് കോറാണ്. ഹാർഡ് കോർ കുറേ ദിവസമായിട്ട് കളിച്ചിട്ട് ഇതിലിപ്പോൾ ഒരു സെർവർ മാത്രമേ ഉള്ളൂ ഗൈസ്. ഇതിലൊരു സെർവർ മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും നമുക്ക് ഹാർഡ് കോർ ഇട്ട് കളിക്കാം. പേര് വന്നിടുക MJ. ഇതിലിപ്പോൾ ആരെങ്കിലും ഈ മൈൻക്രാഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആരെങ്കിലും പേരൊക്കെ ഇടും. പേരൊക്കെ ഇട്ടുങ്ങാണ്ട് എന്തിട്ടാനാ പേരിടുക, അവിടെ ഇങ്ങനെ കാണും, അത്ര തന്നെ അതിൽ കയറുക. ഇനി പോയി ചത്ത് കഴിഞ്ഞാൽ കഴിച്ച് ഹാർഡ് കോറിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ചത്ത് കഴിഞ്ഞാൽ നമുക്ക് ജനിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് സർവൈവൽ പോലെ ഇല്ല, നമുക്ക് ഒന്നുകൂടി ഇതാവാൻ പറ്റില്ല. അതാണ്. ഇതിൽ മൈൻക്രാഫ്റ്റിൽ ഡബിൾ ടാപ്പ് എങ്ങനെയോ അടിച്ചാൽ ഈ ഡബിൾ ടാപ്പ് ചെയ്യണം, അപ്പോൾ ഓടുക അല്ലേ? യെസ്. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു മരം വേണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഇത് സെറ്റാക്കണം. വെച്ചത്തോളൂ. അയ്യോ, ഇപ്പം തന്നെ ഞാൻ അപ്പോൾ ചാവുന്നത് തോന്നുന്നു. ഓക്കെ, വന്നിട്ട് ഇതിനൊന്നും കിട്ടൂലേ? ഇതിനൊന്നും എന്തെങ്കിലും കിട്ടുമോ? ഇല്ല ഗൈസ്. അപ്പം നമുക്ക് നല്ല മുങ്ങാം. എന്തായാലും നാളെ എന്തെങ്കിലുമൊക്കെ ഞാനൊരു വീഡിയോ ഇടും. എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ. എപ്പോഴെങ്കിലുമൊക്കെ ഒരു വീഡിയോ വേണ്ടേ? ഇല്ലെങ്കിൽ ഒരു രസമല്ല ഗൈസ്. ഏത് മൂഡ്? അമ്പായി മൂഡ് അല്ല, എങ്ങനെ ഏത് വൈബ് ഗൈസ്? ആ കണ്ട വില്ലേജ് അല്ലേ? ഇവിടെ കളി സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ വില്ലേജാ. വെള്ളമുണ്ട്. ഫസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ, അപ്പോൾ അതിന് വില്ലേജ്. നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ഗെയിമിംഗ് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതൊക്കെ കളിച്ച് നോക്കണം കേട്ടോ. നല്ല റാമൊക്കെ ഉള്ളതാണെങ്കിൽ എന്തായാലും കളിച്ച് നോക്കണം. ഇത് നമ്മളെ സ്ഥിരം പരിപാടിയാണ്. ഈ വില്ലേജില്ലേ പ്രത്യേകിച്ച് ഉണ്ടാവുന്ന കാര്യം എന്താ അറിയോ? എപ്പോഴും ഉണ്ടാവും. ഇത് പൊട്ടേറ്റോ അല്ലേ? ഫ്ലവറൊക്കത്തിന് നമുക്ക് ഗൈസ് ഇവിടെ ഡയമണ്ട് ഉണ്ടാവും. ഓഫ്, ഗോളൊക്കെ ഉണ്ട് ഗൈസ്. ഗൈസ് ഇവിടെ ഡയമണ്ട് കിട്ടും. ഡയമണ്ട് കിട്ടേണ്ടതാണ് സത്യം പറഞ്ഞത്. കാരണം ഇപ്പോൾ എനിക്ക് കുറേ ഡയമണ്ട് കിട്ടിയതാണ്. ഒരു ദിവസം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്കൊരു വീട് ഉണ്ടാക്കാം ഗൈസ്. ഇവിടെ ഡയമണ്ട് കിട്ടും ഉറപ്പാണ്. ഇവിടെ ഒന്നുമില്ലല്ലോ. ഇവിടെ എന്താ വെള്ളമൊക്കെ പൊളിഞ്ഞാ? വെള്ളം വന്നാ? വെള്ളപ്പൊക്കം ആവുമോ? എടാ എമറാൾഡ് കിട്ടിയടാ. പിന്നെ കുറേ ബണ്ണും, പിന്നെ കുറേ പൊട്ടേറ്റോയും, പിന്നെ കുറച്ച് ആപ്പിളും. ഇവിടെ അത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നല്ല കൂടുതലാണ്. ഞാൻ പറയുകയാണെങ്കിൽ നല്ല കൂടുതലാണ്. ഇവിടെ ഇപ്പം തന്നെ കുറേ സാധനങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. ഇവിടെ വെക്കുക. ഓക്കെ, സെറ്റ്. ഗൈസ് ഇവിടെ അതുണ്ട് ഗൈസ്. ഇവിടെ ഡയമണ്ട് ഉണ്ട്. ഇവിടെ ഡയമണ്ട് ഉണ്ട് ഗൈസ്. ഇവിടെ ഒരു ഡയമണ്ട് ഉണ്ടാവും. ഇവിടെ എവിടെയെങ്കിലും ഒരു ഡയമണ്ട് ഉണ്ടാവും. ഇവിടെ ഉറപ്പാണ്. ഉറപ്പൊന്നുമില്ല, കുറച്ച് ഉറപ്പുള്ളൂ. എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. പെട്ടെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നോക്കിയതാണ്. ഇവിടെ പെട്ടെന്ന് സമയമില്ല എന്നല്ല, സമയമൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ കാണുന്നില്ല ഗൈസ്. ഇവിടെ നമ്മൾ കയറിയത് തന്നാലേ ഡോറൊക്കെ അടയുന്നു.
ഇവിടെ ഡയമണ്ട് കാണാനില്ല ഗൈസ്. ഗൈസ് ഗൈസ് വേർ ഈസ് ദ ഡയമണ്ട്? നമുക്ക് ഇങ്ങോട്ട് നേരെ വെക്കാം. ചിലവരേക്കും എമറാൾഡ് 1 കൊടുത്തു കഴിഞ്ഞാൽ അത് തരും. അങ്ങനെ എനിക്കൊന്ന് വേണം. 4 വേണം. അടുത്തോ അങ്ങനെയാണ് എനിക്ക് വേണ്ട. വെറുതെ എന്തിനാ എമറാൾഡ് വേസ്റ്റ് ചെയ്യണം? എനിക്ക് 2 റെഡ് സ്റ്റോണും കിട്ടാതെ 2 റെഡ് സ്റ്റോൺ കിട്ടും, 4 എമറാൾഡും കൊടുക്കണം. എന്ത് ഇത് തീരെ ലാഭമില്ല. ടോർച്ച് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളൊരു സാധനമാണ്. ഇത് കറങ്ങാം. ഗൈസ് നമുക്ക് ഇതുവരെ ഒരു ഡയമണ്ട് പോലും കിട്ടിയിട്ടില്ല ഗൈസ്. ഡയമണ്ട് കിട്ടണമെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് നോക്കാണ്ട് അടിച്ച് പൊട്ടിച്ചൂടി ഗൈസ്. നമുക്ക് ഒന്നുകൂടി നോക്കിയാലോ? ഒന്നുകൂടി ഇവിടെ നോക്കാം. ടോർച്ച് നമുക്ക് 2-3 എടുക്കാം. എന്തായാലും ആരും യൂസ് ചെയ്യാനില്ല, വെളിച്ചം കിട്ടാൻ വേണ്ടിയല്ലേ. നമുക്ക് വെളിച്ചം വേണം, നമുക്ക് എന്തായാലും വെളിച്ചം വേണം. നമുക്ക് നിർബന്ധമാണ്, ഊർക്ക് നിർബന്ധമില്ല. ഊരിൻ്റെ ഇവിടെ കുറേ വെളിച്ചങ്ങളുണ്ട്, അല്ല കുറേ ടോർച്ചുണ്ട്. ഗൈസ് നമുക്ക് ഇതുവരെ ഒരു വില്ലേജ് അല്ല ഒരു ഡയമണ്ട് പോലും കിട്ടിയിട്ടില്ല ഗൈസ്. പക്ഷെ എന്ത് ചെയ്യാനാണ്? ഗൈസ് നമുക്ക് ഒരു ഡയമണ്ട് പോലും കിട്ടുന്നില്ലല്ലോ. F3 വെച്ച് നോക്കാം. F3 വെച്ചിങ്ങാണ്ട് എങ്ങനെയാണ് ഡയമണ്ട് ഒക്കെ നോക്കുക? എങ്ങനെയാണോ എന്തോ. നമുക്ക് ലൂട്ട് വേണേ. ലൂട്ട് വേണമെങ്കിൽ എന്താ വേണം? ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. എന്ത് വേണം? മരം വേണം. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ സൈഡിൽ വന്നു. ചെസ്റ്റൊക്കെ ഉണ്ടാക്കാം നമുക്കറിയാം. സിമ്പിളാണ്. നമ്മൾ ഫസ്റ്റ് നമുക്ക് വേണ്ട സാധനം ക്രാഫ്റ്റിംഗ് ടേബിളാണ്. കളി തുടങ്ങിയപ്പോൾ തന്നെ വില്ലേജ് കിട്ടിയതുകൊണ്ട് അവിടുന്ന് കുറച്ച് ലൂട്ടാണ്ട് പെറുക്കി. ഫസ്റ്റ് നമ്മൾ പെറുക്കാൻ പോയത് ഒരു ആടിനെയാണ്, പിന്നെയാണ് വില്ലേജ് കണ്ടത്. പിന്നെ വില്ലേജ് കയറി ഇവിടുത്തെ ലൂട്ട് ഫുള്ള് കട്ടെടുത്ത് ലൂട്ട് കട്ടെടുത്തൊന്നുമില്ല. അല്ല ഇത് ഓരോൻ്റെ പേരിലാണ്. ഇവിടൊക്കെ നമ്മളെ പേരിലും കൂടി അല്ലേ. സ്റ്റിക്ക് അവിടെ നിന്ന് അപ്പോൾ കിട്ടി. മാജിക്ക് എന്തായാലും കിട്ടിയില്ലേ, നന്നായി. ഇതുണ്ടാക്കാനുള്ളതായി. ഇവിടെ നോക്കുക. എന്നിട്ട് ഇത് ഒരു 5-8 എടുക്കുക. 36 ഉണ്ട്. എന്നിട്ട് ഇത് വെക്കുക. എന്നിട്ട് ഇതാ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുക. ഇവിടെ വെക്കുക. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കുക. എന്നിട്ട് ഇതെടുക്കുക. എന്നിട്ട് ഇതാ ഇവിടെ 2 വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു സ്റ്റിക്ക് എടുത്തുകൊണ്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വാള് റെഡി. കണ്ടില്ലേ? വാള് റെഡി. ഇത്ര ഉള്ളൂ. വാളൊന്ന് ഒരു വാള് റെഡി. ഒരു 4 സ്റ്റിക്ക് കൂടെ എടുത്തിട്ട് 5 സ്റ്റിക്കായി ടോട്ടൽ. നമുക്ക് ഈ സാധനം വേണം. ഈ സാധനം നമുക്ക് വേണം. ഈ സാധനം നമുക്ക് മൈനിങ്ങിനൊക്കെ ആവശ്യമുള്ള സാധനമാണ്. മൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കല്ല് കിട്ടി കഴിഞ്ഞാൽ ഫുൾ സ്ട്രോങ് ആണ്. ഇത് കൊടുക്കാം. കഴിഞ്ഞില്ല, മരം കഴിഞ്ഞില്ല. ഫുൾ ഇതാണല്ലോ. ജസ്റ്റ് നമുക്ക് ഉണ്ടാക്കാറാതെ ഇല്ലെങ്കിൽ മറ്റേ കത്തീൻ്റെ ഹെൽത്ത് കുറയും, കട്ടി കുറയും.
അങ്ങനെ അവിടെ പച്ച എത്തും, പച്ചൻ്റെ അവിടെ കുറച്ച് കുറയും. ഓക്കെ, അപ്പം മൈനിങ് ചെയ്യാൻ പോകല്ലേ. നമുക്ക് കോളൊക്കെ ഒന്ന് പെറുക്കാം. ഇത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മതി അവിടെ. വീടൊക്കെ ഒന്ന് സെറ്റാക്കണം കേട്ടോ. ഓക്കെ, ഞാൻ മൈനിങ്ങിന് പോവാം. എടാ അതിൻ്റെ കോളി കിട്ടി. അവിടെ കയറിങ്ങാണ്ട് കോളൊക്കെ എടുക്കണം. ഇവിടെ ഫുള്ള് കോളാണോ എന്ന് അറിയാം. എവിടുന്നാണ് ഇതൊക്കെ? ശബ്ദം ഞാൻ കേട്ട്. ഹെൽത്ത് ഫുള്ള് കുറഞ്ഞു. ഫുഡ് അടിക്കട്ടെ. ഹെൽത്ത് പറ്റ കുറഞ്ഞു. 4 കട്ടയും കൂടി ഉള്ളു ഇനി. ഞാൻ കൂടിക്കോളായിരിക്കും. ഓക്കെ, സെറ്റ് ഗൈസ്. രാത്രിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിൻ്റെ പേരിലാണ് ഈ വീടൊക്കെ, മനസ്സിലായില്ലേ? ഓരോന്ന് കിടക്കാവുന്നത്. എടാ എന്തെങ്കിലും തരുമോ? തരുമോടാ? എടാ എന്തെങ്കിലും തരുമോ? തരില്ല, എന്നാ പോയിക്കോ. എന്നെ വീട്ടിൽ എണീപ്പിച്ചിട്ടുണ്ടല്ലേ. അവർക്കൊക്കെ എങ്ങനെയാടാ? സ്മെൽ എന്തുണ്ടല്ലോ, നമുക്ക് മേലേക്കൊന്ന് പോയി നോക്കിയാലോ. സ്മെൽ എന്തോ പശുവിൻ്റെ അവിടെ ഒരു പുല്ല് കാണുന്നുണ്ട്. ഞാൻ ഭാഗത്താണെങ്കിലോ ഡയമണ്ട് കിട്ടുകയാണെങ്കിൽ ലൈക്ക് പെട്ടെന്ന് മേലെ കയറി വെക്കണമല്ല. അവിടെ ജസ്റ്റ് ഒരു പുല്ല് മാത്രമേ ഉള്ളൂ. ഇവിടെ സത്യം പറഞ്ഞ ഒരു രസമില്ല. ഇവിടെ ആണെങ്കിൽ ഫുള്ളൊരു ഡയമണ്ടും ഇല്ല, ഫുള്ള് ലൂട്ടും കൊണ്ട് വെച്ചു. ഒരു ബെഡും ഉണ്ട്, വേറൊരു വീടും ഉണ്ട്. വീടുള്ള നല്ല കേട്ടോ. നമുക്കൊരു ദിവസം ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ അവിടെ ആണെങ്കിൽ നമ്മളെ വീടാക്കാം. അവിടെ പോയി കണ്ട് ഇപ്പോൾ വീട് എടുത്താലോ? വീട് എടുക്കാം. വീട് എടുക്കാതെ നിൽക്കണ ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വീടില്ലെങ്കിൽ എന്ത് ജീവിതം അല്ലേ? ബെഡൊന്നും നമുക്ക് അവിടെ പോയി എടുക്കണ്ട. നമുക്ക് ബെഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ബെഡ് അപ്പുറത്ത് പോയി എടുക്കാം. നമുക്ക് ഇവിടുത്തെ ഈ പുല്ലൊക്കെ നിർത്തി കളയാം. ഇതൊക്കെ വെട്ടി നല്ല രീതിയിലാക്കണം. ഇവിടെ കാരടാ പുല്ലൊക്കെ, ഇവിടെ സീഡൊക്കെ ആരടൊക്കെ കൊണ്ട് ഇവിടെ വെക്കുന്നത്. എനിക്ക് സീഡ് ഇഷ്ടമല്ല. ഇതാണെങ്കിൽ ഒരു ചോര സാധനം. എനിക്കിഷ്ടമല്ല ഈ സാധനം. പോട്ടെ എനിക്കിഷ്ടമല്ല സാധനം. ഞാൻ എടുക്കലില്ല. പോടാൻ എനിക്കിഷ്ടമല്ല ഈ സാധനം. എനിക്ക് ഇഷ്ടമാണ് ഈ സാധനം. ഇതിങ്ങനെ കൈ കാണുമ്പോൾ ഇതിനെന്തോ പോലെ. ഓക്കെ, ഇവിടെ ഏകദേശം കളിങ്ങനായി. നമുക്ക് ഓരോ മരങ്ങളായി വെട്ടി തുടങ്ങാം. ഒരു വീട്, ഒരു ചെറിയ വീട്, വലിയ വീടൊന്നും വേണ്ട. അല്ലെങ്കിൽ ആരാണ് വലിയ വീടൊക്കെ ഉണ്ടാക്കണേ? ഒരു മരം തന്നെ മതി അല്ലേ ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ. ഇത്ര വലുപ്പമുള്ള മരം ഒന്ന് തന്നെ മതി. ഒരു വീടിന് തന്നെ ധാരാളം. ഇത്രയും വലിയ വലുപ്പമുള്ള മരമൊക്കെ ആണെങ്കിൽ എന്തായാലും ഒരാൾക്ക് ഉണ്ടാക്കാനുള്ളതിനായി ഇപ്പം തന്നെ.
ഓക്കെ, ഇനി നമുക്ക് എടുത്ത് നോക്കാം. എത്ര എണ്ണം കിട്ടുമെന്നൊന്നും അറിയില്ല ഗൈസ്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 64 60. ഓഫ്, ഒരു 4 വ്യത്യാസമുള്ളൂ ഗൈസ്. ഓക്കെ, 64ആയി. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ വൃത്തിയാക്കാൻ നേരില്ലല്ലോ. ഇത് കുറച്ച് സ്ഥലം വേണ്ട. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് സാധനങ്ങളുടെ അടുത്ത് കൊണ്ട് വെക്കാം. ഇവിടെ നിന്ന് പോവാം. നന്നല്ലേ? ഇപ്പം 6 കഴിഞ്ഞ്. ഇതാണ് ഗൈസ്. ഇതെന്താ ഇങ്ങനെ ആണ്? 2 ഞാൻ വെക്കണല്ല, ഇതിൻ്റെ മൗസിൻ്റെ പ്രശ്നമാണ്. മൗസൊക്കെ മാറ്റാനായി സത്യം പറഞ്ഞാൽ. മൗസിൻ്റെ പ്രശ്നമാണ്. പുതിയ മൗസൊക്കെ വാങ്ങിക്കണം. ഒരു ഗെയിമിങ് മൗസ് തന്നെ വേണം സത്യം പറഞ്ഞാൽ. കണ്ടാ, അത് ഞാൻ വെച്ചാൽ കണ്ടാ, അതെന്ത്ര മാജിക്കാ. ഉണ്ടാ, അതിങ്ങനെ മൗസിൻ്റെ പ്രശ്നമാണ് ഗൈസ്. മൗസ് ഞാൻ ഒന്ന് അടിച്ച് പൊട്ടിച്ച് എൻ്റെ വായ്പ. എന്തൊരു ഡാഷ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഞാൻ ഇപ്പം തന്നെ പൊട്ടിച്ച്. ഈ മൗസ് ഇങ്ങനെ ആവണനുസരിച്ച് എനിക്ക് ദേഷ്യമൊന്നും വരില്ല. കാരണം അത് കുറേ വട്ടം ദേഷ്യം വന്ന് കഴിഞ്ഞതാ. ആ പൊട്ടിക്കണ്ട. എന്ത് ചെയ്യാനാണ്. അയ്യോ, മരം കഴിഞ്ഞു. ഇത്രയൊന്നും പോരാ ഒരു വീടിന്. ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഇതന്നെ തികയില്ല ഗൈസ്. 64 തന്നെ തികയില്ല. 64 64ക്ക് 6 കൂട്ടി എത്രേ? 64, 65, 66, 67, 68, 70 മരങ്ങളാണ് നമ്മളടുത്തുണ്ടായത്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഗൈസ് സത്യം പറഞ്ഞാൽ. 12 കിട്ടി. 12 എന്തോ കിട്ടിയ ഭാഗ്യം. വെള്ളത്തിക്കല്ല മച്ചാനെ. പിന്നെ ഓരോ സമയം പോണെങ്കിൽ എന്തായാലും വീടുണ്ടാക്കിയതിൻ്റെ ശേഷം ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഓക്കെ പറയുന്നില്ല. എപ്പോഴും എന്തിനു ഞാൻ അങ്ങനെ പറയണേ? ഇത് ഭ്രാന്തയാ. ഇപ്പോൾ വീഡിയോയിലൊന്നും വലിയ കമൻ്റൊന്നും വരില്ല. വീഡിയോസിൽ മാത്രമേ. ഷോർട്സിലൊക്കെ വലിയ കമൻ്റൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഷോർട്സിലൊക്കെ നല്ല കമൻ്റ് വരുന്നുണ്ട്. ഫ്രീ ഫയർ വീഡിയോ ഇടുമെന്നൊക്കെ ചോദിച്ചിങ്ങാണ്ട് ചോദിച്ചിനി. അതെന്തായാലും നമ്മളിടും. എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കിട്ടുമ്പോൾ നമ്മളിടും. എന്നും എനിക്കൊരു മൂഡുണ്ടാവില്ല സത്യം പറഞ്ഞാൽ. എപ്പോഴും ഞാൻ അങ്ങനെ ഒന്നും ഇടലില്ല. എനിക്കതൊരു ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ ഫ്രീ ഫയർ വീഡിയോ. ബട്ട് എനിക്ക് ഫ്രീ ഫയർ ഇഷ്ടമാണ്. ഇപ്പം തന്നെ 32 വാവ്, വണ്ടർഫുൾ.
വെള്ളത്തിൽ കിട്ടേ അടങ്ങും. എന്തിനിപ്പം ഞാൻ അതൊക്കെ പൊട്ടിക്കണ്? ഞാൻ മണ്ട കളിക്കുകയാണോ ഞാൻ? എനിക്കെന്നെ അറിയില്ല ഗൈസ്. ഇനി ലാസ്റ്റ് പൊട്ടിക്കാം. ഗൈസ് വീഡിയോ എടുത്തിൻ്റെ കഴുത്ത് വേനെടുക്കാൻ തുടങ്ങി ഗൈസ്. നമ്മൾ പകരം 2-3 മണ്ണുകൾ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പൊട്ടിക്കണ്ട. ഇവിടെ ഡോർ വേണ്ടേ? ഇത് വിചാരിച്ച പോലല്ല, ഒരു വീടുണ്ടാക്കാൻ തന്നെ നല്ല പണിയാണ്. നമുക്ക് ഗൈസ് എന്തായാലും രാത്രി ആവാനായിട്ടുണ്ട്. എന്തായാലും പെട്ടെന്ന് ഈ വീഡിയോ തീർക്കണം. ആ വീട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇവിടുത്തെ വീട് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. എടാ മേലെയും വീടുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ എണീച്ചും കണ്ട് നോക്കാം ഗൈസ്. ഈ വീഡിയോ നാളെ രാവിലെ നമ്മൾ ഡയമണ്ട് കിട്ടിക്കഴിഞ്ഞാൽ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുന്നതായിരിക്കും. നാളെ നമ്മൾ രാവിലെ എണീച്ചും കണ്ട് നമുക്ക് അവിടെ ഡയമണ്ട് തന്നെ പോയി നോക്കാം. ഞാൻ ഇവിടെ എല്ലാ സ്ഥലവും നോക്കി, ബട്ട് അവിടെ മാത്രം ഞാൻ നോക്കിയില്ല ഗൈസ്. വീടൊക്കെ ഞാൻ നാളെ ഉണ്ടാക്കും ഗൈസ്. ഇത് പാർട്ട് 1 ആണ് ഗൈസ്. പാർട്ട് 2 നാളെ വരും. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇപ്പോൾ തന്നെ ചെയ്തോളി. എന്തായാലും എനിക്ക് കുറേ നേരം വീഡിയോ എടുക്കാനില്ല. കഴുത്ത് നല്ല വേന എടുക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് നേരെ നിൽക്കാൻ പറ്റണില്ല ഗൈസ്. നല്ല വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞൊരു ഈസി. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്കൊന്നുമല്ല പണി, വീഡിയോ എടുക്കുന്നവർക്കാണ് പണി. എൻ്റെ ഊര നല്ല വേന എടുക്കുന്നുണ്ട്. അല്ല ഊരല്ല, കഴുത്ത്. കോളൊക്കെ നാളെ എടുക്കാം ഗൈസ്. പാർട്ടി ജോലി കോളൊക്കെ എടുക്കണുണ്ടാകും. പെട്ടെന്ന് കയറി. എൻ്റെ കഴുത്ത് വേന എടുത്തിട്ട് നിൽക്കാൻ പറ്റണില്ല ഗൈസ്. പെട്ടെന്ന് സമയമില്ല. എപ്പോഴാണോ ചാവുക എന്തോ ഗൈസ്. മേലെ 2 വീടുണ്ട്. അതിൽ ഒരു വീടാണോ? അവിടെ വീടില്ലല്ലോ. അവിടെ വീടില്ല, ഒരു വീട് തന്നെ ഉള്ളു ഗൈസ്. ഞാൻ നേരത്തെ കണ്ട ആ പുല്ല് മാത്രമാണ് കേട്ടോ. എവിടെയെങ്കിലും അറ്റ്ലീസ്റ്റ് ഗൈസ് ഇവിടെ ഇല്ല. ഇവിടെ വെറുതെ കയറിയൊന്ന് എന്തായാലും ഇല്ല. നമുക്ക് എന്തായാലും വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വൈൻഡപ്പ് ചെയ്യണമ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യും. ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ഗൈസ്. ഇതാ നമ്മളെ വീട് ആ കാണുന്നതാണ്. അവിടെ ഞാൻ സെറ്റാക്കും ഗൈസ്. ഇവിടുന്ന് ചാവുമെന്നാണ് എൻ്റെ പേടി. അപ്പുറത്തോടെങ്കിലും പോയി കൊണ്ട് വെള്ളത്തിൽ ചാടണം. എന്തായാലും മെല്ലെ ഇറങ്ങി പോകേണ്ടി വരും. ലൈഫ് ഫുള്ളായിട്ട് നമുക്ക് പോവാം. ഓക്കെ, ഫുള്ളായിട്ടുണ്ട്. അവിടെ അതിൽ കൂടെ പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ടാ.
ഓക്കെ, അങ്ങനെ അറ്റ്ലീസ്റ്റ് എത്തി ഗൈസ്. എന്തായാലും നമ്മളുടെ വീട് എന്തായാലും പണിയാൻ നിൽക്കുന്ന സ്ഥലം അവിടെയാണ്. എന്തായാലും വീഡിയോടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്തായാലും ക്വിറ്റ് അടിക്കട്ടെ ഗൈസ്. ഇവിടെ നല്ല ആനെടുക്കുന്നുണ്ട് ഗൈസ്, കേൾക്കുന്ന പോലെ അല്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.